ഈ ഗ്രേ പർപ്പിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡായി മാറിയത് എങ്ങനെയാണെന്നറിയാം, ഏത് കളർ ടോണുകാർക്കും മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിംഗിൾ റയോൺ ഫാബ്രിക്കിനകത്തേക്ക് അജ്രക്കിൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ട് ഒറിജിനൽ മിറേഴ്സ് വെച്ചിട്ട് അത് യോക്ക് പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു 2 സൈഡ് പാനൽസിലേക്കായിട്ട് ക്രോഷോ ലേസ് വെച്ചിട്ട് ഒരു കണക്ഷൻ ലേസ് ആട്ടോ കൊടുത്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഫ്രണ്ടിലെ പാനലിലേക്കായിട്ട് ചെറിയൊരു ബുട്ടീസ് പോലത്തെ രീതിയിലേക്ക് എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട്. ദുപ്പട്ടയും ആ സെയിം കൈൻഡ് ഓഫ് ഫാബ്രിക് റിംഗിൾ റയോൺ തന്നെയാണ്. ടോപ്പും ബോട്ടവും ദുപ്പട്ടയും 3ഉം സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ദുപ്പട്ടയുടെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം തന്നെ അജ്രക്കിൻ്റെ ആ ഒരു സെയിം ഒരു പടി പോലെ ദുപ്പട്ട ഓൾ ഓവറിൻ്റെ ബോർഡേഴ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കായിട്ടും സെയിം കൈൻഡ് ആ ഒരു ഇതേ പാച്ച് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. 47 ഇഞ്ചസ് ലെങ്തിലേക്കാണ് ഇത് വരുന്നത് കേട്ടോ. ആംഗിൾ ലെങ്തിലേക്ക് നിൽക്കുന്ന രീതിയിലേക്കാണ് ബോട്ടം വന്നേക്കുന്നത്. സ്ട്രേറ്റ് കട്ടിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൊടുത്തേക്കുന്നത് 2090 റേറ്റിലേക്കാണ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലേക്കും. അപ്പോൾ ഈ യോക്കിൻ്റെ താഴേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്യാദേഴ്സാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു പാറ്റേൺ. ഏറ്റവും അടിപൊളി ഇതിൻ്റെ കളറാണ് കേട്ടോ.